കാട്ടുപന്നിവേട്ട നടത്താൻ തയ്യാറാകാത്ത മുക്കം നഗരസഭയ്ക്കെതിരെ കർഷകർ തുറന്ന പോരിനൊരുങ്ങുന്നു. തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താനും തീരുമാനമായി. കർഷക പ്രതിരോധ സമിതിയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളായി 5 പേരെ പ്രഖ്യാപിച്ചു. മുക്കം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് കർഷകരുടെ ഈ ജനവിധി തേടൽ. നഗരസഭാ ചെയർമാനിൽ നിക്ഷിപ്തമായ ഓണററി വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നികളെ കൊല്ലാനുള്ള അനുമതിക്കായി 100-ൽ പരം കർഷകർ നഗരസഭാ ഫ്രണ്ട് ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ നഗരസഭ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് കർഷകരുടെ കൂട്ടായ്മകൾ മുക്കം നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചത്. ഞങ്ങളെ കർഷകർ പ്രതിനിധികൾ എന്തായാലും നഗരസഭയിൽ വേണം. ഞങ്ങളെ ശബ്ദമാവാൻ വേണ്ടിയിട്ട് കൗൺസിലർമാർ വേണം. എന്നാൽ മാത്രമേ കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർ ആരൊക്കെ കൂടെ നിൽക്കുന്നോ, ആരൊക്കെ കർഷകരെ ശബ്ദമായ നഗരസഭയിൽ എത്തുമോ, അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച്. കാട്ടുപന്നിയെ ചട്ടപ്രകാരം വെടിവെച്ചു കൊല്ലാൻ അനുമതിയുണ്ടായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ കർഷക സംഘടനയായ കിഫ കോടതിയെ സമീപിക്കുകയാണ്. മുക്കം നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലും കർഷകർ മത്സരിക്കുമെന്നും കർഷക പ്രതിനിധികൾ പറഞ്ഞു. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മുന്നണികൾക്ക് മറ്റിടങ്ങളിൽ പിന്തുണ നൽകുമെന്നും കർഷക സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഇതിനിടെ കർഷകരുടെ സ്ഥാനാർത്ഥിത്വവും മത്സരവും തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.